പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യനാഥ് തനിക്ക് സ്തുതിയാൽ തന്നെ ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. മുതലായ റംബാശൻ, ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിനേക്കപ്പെട്ടവരെ, പരിശുദ്ധ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ സഭയുടെ ശ്ലീഹാ നോമ്പിൻ്റെ അനുഷ്ഠാനത്തിലൂടെയും ആചരണത്തിലൂടെയും സഭ കടന്നു പോകുന്ന ദിനങ്ങൾ. പരിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള ഭാഗങ്ങളാണ് ഈ ദിവസത്തെ സന്ധ്യാവാദനയായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളുമാണ്. രണ്ട് ചിന്തകൾ പരിശുദ്ധ ശ്ലീഹന്മാരുടെ നാമത്തിലുള്ളതായ നോമ്പാചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പാകെ ഇവിടെ വരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റുഹായുടെ ശക്തി സ്വീകരിച്ച് ലോകമൊക്കെയും പോയി കർത്താവിനെക്കുറിച്ച് പറയുകയും ലോകത്തിന് മുമ്പാകെ നല്ല വാർത്ത അറിയിക്കുകയും അതുവഴി കർത്താവിൻ്റെ ശരീരമായ സഭയെ സ്ഥാപിക്കുകയും ചെയ്ത ശ്ലീഹന്മാരുടെ സ്മരണയിലാണ് നാം മുന്നോട്ട് പോകുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നാം വായിക്കുന്നത്, കർത്താവ് ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പ്രവേശിച്ചു. ദൈവത്തോടുള്ള യാചനയിലും പ്രാർത്ഥനയിലും രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശ്ലീഹന്മാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു തമ്പുരാൻ ഒരു പകൽ മുഴുവൻ മലയിലേക്ക് പോയി രാത്രി മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി തൻ്റെ പിതാവിനോടുള്ള സംസർഗത്തിൽ ചെലവഴിച്ച് പിതാവാം ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ച നിയോഗം എന്ത് എന്ന് കൃത്യമായി പിതാവിനോട് തന്നെ ഒരു രാത്രി മുഴുവൻ ചോദിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ രാവിലെ മലയിൽ നിന്ന് താഴേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യസമൂഹത്തെ മുഴുവൻ വിളിച്ച്, കൂടെ ഉണ്ടായിരുന്നവർ മുഴുവൻ വിളിച്ച് അതിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ അർത്ഥം, ശ്ലീഹന്മാരുടെ വിളി കർത്താവ് വെറുതെ നടത്തിയതല്ല എന്നുള്ളതാണ്. യേശു തമ്പുരാൻ വെറുതെ നടത്തിയത് അല്ല. തീർച്ചയായും പോകുന്ന വഴിക്ക് കർത്താവ് പലരെയും വിളിച്ചതായി കാണുന്നു. പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മറ്റു പലരെയും ഒക്കെ വിളിച്ചതായി കാണുന്നുണ്ട്. പക്ഷെ അവർ വിളിച്ചുവെങ്കിലും അവരെ തൻ്റെ 12 ശ്ലീഹന്മാരായി തെരഞ്ഞെടുത്തത് പിന്നീടാണ് എന്നത് ഈ വേദവായന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പല പ്രാവശ്യമായി വിളിച്ച ശ്ലീഹന്മാരിൽ നിന്ന് 12 പേരെ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ 12ന്റെ അർത്ഥം എന്നുള്ളത് അറിയാൻ മേല, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നമ്മുടെ മെത്രാസത്തിലെ പള്ളികളിലെല്ലാം ഒരു ബോക്സ് വെച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അതിൽ എഴുതിയിടാൻ പറഞ്ഞപ്പോഴേ അതിലാരോ ഒരാൾ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ 12 പേരെ തിരഞ്ഞെടുക്കാൻ കാരണം എന്നത്. അതിന് ഉത്തരം ഞാനിതുവരെ കൊടുത്തില്ല, കാരണം അതിന് ഊഴമായി വരുന്നതേ ഉള്ളൂ.
എന്താണ് ഈ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി എൻ്റെ മുമ്പാകെ വന്നത് ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. 72 അറിയിപ്പുകാരും അതിനപ്പുറമായ സമൂഹവും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് 12 പേരെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്, എങ്ങനെ എന്ന ഒരു ചോദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നാനും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് തുല്യരായി പുതിയ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ലോകമൊക്കെയും പോയി കൃത്യമായി തൻ്റെ ശരീരമായ സഭയെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഒരു പൂർണ്ണതയുടെ നമ്പരായി കർത്താവ് 12 കാണുകയാണ്. ആ 12 പേരെയും വിളിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ശിഷ്യ സമൂഹത്തെക്കുറിച്ച് മോശമായ ചിന്തകൾ രൂപപ്പെട്ടു വരുമ്പോൾ കർത്താവ് ആകെ 12 എണ്ണത്തെ തിരഞ്ഞെടുത്തു. ആ 12 പേരുടെയും സ്വഭാവ രീതികളിൽ ഉള്ള വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. പത്രോസ് മുതൽ യോഹന്നാൻ വരെയുള്ള ആളുകളുടെ സ്വഭാവ രീതികളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതും നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന ചില കാര്യങ്ങളാണ്. ചിലർ വളരെ എക്സ്ട്രോവർട്ട് എന്ന് എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല, ഇവിടെ ഇംഗ്ലീഷുകാർക്ക് നിൽപ്പുണ്ട്. വേറെ ചിലർ ഇൻട്രോവർട്ടായിരുന്നു എന്നതും കാണുന്ന കാഴ്ചയാണ്. ചിലർ എടുത്തടിച്ച് വർത്തമാനം പറയുന്നവരായിരുന്നു, ചിലർ സാഹസികരായിരുന്നു, ചിലർ ശാന്തരായിരുന്നു, ചിലർ മൗനി ഇങ്ങനെ മാറി നിൽക്കുന്ന ആളുകളായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു അവർ. ഒരാൾ ഒറ്റിക്കൊടുക്കുന്നവനുമായിരുന്നു, ഒരാൾ കർത്താവിനെ ബിട്രേ ചെയ്യുന്ന ആളുമായിരുന്നു, മറ്റൊരാൾ എടുത്തറിച്ച് വർത്താനം പറയുന്ന ആളും ഒരവസരം കിട്ടിയപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആളുമാണ്. വേറൊരാൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇന്നപ്പോഴും മാറി നിന്ന ആളാണ്. ചില കാഴ്ചകൾ ഇവരിലെല്ലാം നാം കാണുന്നുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിൻ്റെ ചില വികാരങ്ങളാകുന്നു എന്ന് കർത്താവ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. ഞാൻ ഇന്നലെ കാറിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ചെമ്മാച്ചനോട് ചോദിച്ചു, ഈ 12 പേരെ 12 സ്വഭാവത്തിൽ എങ്ങനെ രൂപപ്പെടുത്തി? 12 പേരെ 12 സ്വഭാവത്തിൽ എങ്ങനെ കൊണ്ടുവന്നു? എന്നിട്ട് നമ്മുടെ പത്രാസിലെ ചില അച്ഛന്മാരുടെ പേരും പറഞ്ഞു. അത് പത്രോസിന്റെ കണക്ക്, ഇത് ലൂക്കോസിന്റെ കണക്ക്, ഇത് യോഹന്നാന്റെ കണക്ക് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പറഞ്ഞുപോയി. ഇത് ചില യാഥാർത്ഥ്യങ്ങളാണ്, ദൈവത്തിന്റെ നിയോഗങ്ങളാണ്, കർത്താവിന്റെ നിയോഗങ്ങളാണ്. തെരഞ്ഞെടുപ്പിനകത്ത് ഒരു രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് 12 പേരെ തെരഞ്ഞെടുത്തപ്പോൾ അതിനകത്തും കണ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഈ വേദവായന ഭാഗത്തിലൂടെ വെളിപ്പെടുത്തിയത്. ശ്ലീഹന്മാർ 12 പേരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ശ്ലീഹായ മാർത്തോമാ ശ്ലീഹയുടെ പേരും വളരെ ഭംഗിയായിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹ വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ഇടം പിടിച്ച ആളാണ്, പലയിടങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട്. യോഹന്നാൻ 11-ലും യോഹന്നാൻ 14-ലും യോഹന്നാൻ 20-ലും ഒക്കെ തോമാസ് ലീഹ ഉണ്ട്. പത്രോസ് ലീഹ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇടം പിടിച്ചിട്ടുണ്ട്. അന്ത്രയോസും നഥാനിയേലും ഒക്കെ പലയിടങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചിലർ ഈ പേരുള്ളിടത്ത് മാത്രമേ ഇടം പിടിച്ചിട്ടുള്ളൂ. ചില ആളുകൾ ഈ പേരിട്ടെടുത്ത് മാത്രമേ ഇടം പിടിച്ചിട്ടുള്ളൂ വേദപുസ്തകത്തിൽ. അവർ പിന്നെ പുറത്താണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ നാം കാണുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ശ്ലീഹന്മാരുടെ വിളിയിലും നിയോഗത്തിലും ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ കർത്താവ് തൻ്റെ ശരീരമായ സഭയിലൂടെ നടപ്പിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് നാം കാണുന്നുണ്ട് എന്ന കാഴ്ച നാം വിസ്മരിക്കുവാനായിട്ട് പാടില്ല. ഇവിടെ ഇപ്പം വൈദിക വിദ്യാർത്ഥികളും വൈദികരാകാനുള്ള ആളുകളും വൈദികരും റംബാനും മെത്രാനും ഒക്കെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഇതിനെ എല്ലാത്തിനെയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഞാൻ മുമ്പേ പറഞ്ഞതെല്ലാം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളെ കർത്താവ് വിളിക്കുമ്പോൾ അവരെക്കുറിച്ച്
കർത്താവിന് ചില നിയോഗങ്ങളുണ്ട്, കർത്താവിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ചിന്തയായി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രധാന വാചകമാണ്. ഇന്നത്തെ വേദവായന ഭാഗത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതാണ്. ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വന്നത് സമാധാനം നൽകുവാനല്ല, വാളിനെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ പാരഡോക്സിക്കലാണ്, വിരോധാഭാസമാണ്. യേശു തമ്പുരാന്റെ വരവ് സ്വർഗത്തിൽ സമാധാനം ഭൂമിയിൽ സമാധാനം എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കാലഘട്ടമാണ് ക്രിസ്മസിന്റെ കാലഘട്ടം. ജന്മപ്പെരുന്നാളിന് അതാണ് വിളിച്ചു പറയുന്നത്, സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷം. പക്ഷെ ഇവിടെ കർത്താവ് വളരെ വിരുദ്ധമായ ഒരു വാക്ക് ശ്ലീഹന്മാരോട് പറയുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സമാധാനം കൊണ്ടല്ല, സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ അടുത്ത സമയത്ത് ഒരു പിതാവ് ഇങ്ങനെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ അങ്ങ് പ്രസംഗിച്ചു നടക്കുകയാണ്. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ പ്രസംഗിച്ചു നടക്കുകയാണ്. അത് വളരെ ലഡു എറിയുന്നത് പോലെ എറിയുകയാണ്. കൊഴുക്കട്ടയ്ക്കകത്ത് അത്യാവശ്യം വേണ്ട കയ്പ് വെച്ച് ഉള്ള പരിപാടികൾ ആ പ്രസംഗങ്ങളിൽ കാണുന്നുണ്ട്. പരിഹാസമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സത്യത്തിന് വിരുദ്ധമായ പലതുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദൈവസ്നേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് എല്ലാ ദിവസവും ഇത് കാണാം. ഇങ്ങനെ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് പ്രസംഗത്തിനകത്ത് ചുവകൾ കാണുമ്പോൾ നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, അസത്യങ്ങളുണ്ട്, സത്യവിരുദ്ധങ്ങളായ കാര്യങ്ങളുണ്ട്, നല്ല ദൈവവചനവും ഉണ്ട്, സത്യവുമുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിങ്ങനെ പോവുകയാണ്. കർത്താവ് ഇതൊക്കെ കാണുമ്പോഴാണ് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് സമാധാനത്തിനല്ല, വാളിനാണ്. ഞാൻ വന്നിരിക്കുന്നത് സമാധാനത്തിന്റെ വാളിനാണ്. ഇത് വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട മറ്റൊരു വിഷയമാണ്. ഇവിടെ താഴോട്ട് അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. മകനെ അപ്പനെതിരായി, മകളെ അമ്മയ്ക്കെതിരായി, മരുമകനെ അമ്മാവിയപ്പനെതിരായി, തിരിച്ചങ്ങോട്ട് എല്ലാവരും തമ്മിൽ തെറ്റിക്കാനാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ? ഞാൻ മുമ്പേ പറഞ്ഞ കാറ്റഗറിയും ഇപ്പോൾ ഈ പറയുന്ന അമ്മ, അപ്പൻ, അമ്മായിയമ്മ, മരുമകൻ, ഇതെല്ലാ കാറ്റഗറികളും ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുകയും എന്നാൽ ദൈവസ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതിനപ്പുറമായി ഈ ലോകത്തിലുള്ളതായ എന്തിനോട് കൂടെ നടന്നാലും അവിടെയൊക്കെയാണ് അസമാധാനം ഒരു വിത്തായി വീഴുന്നത്, വാള് വീഴുന്നത്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതല്ലാതെ കർത്താവ് അസമാധാനം കൊണ്ടുവന്നിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പാരഡോക്സ്. ഇതൊരു പാരഡോക്സ് അല്ല, ഒരു വിരോധാഭാസമല്ല. പിന്നെയോ നമ്മുടെ ചെയ്തികളെ, നാം പ്രവർത്തിക്കുന്നതും നാം പറയുന്നതും നാം ചിന്തിക്കുന്നതുമായ കാര്യങ്ങളെ കർത്താവ് കൃത്യമായി മനസ്സിലാക്കി വളരെ ശക്തമായി പ്രതികരിക്കുകയാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തേയിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പ്രസംഗിച്ച കർത്താവ് സമാധാനത്തിൻ്റെ മാർഗം കുരിശിൻ്റെ മാർഗമാകുന്നു. അതിനകത്ത് നിന്ന പരിഹാസം കുരിശിനാണ്, കുരിശിനോടാണത്, കർത്താവിനോടാണത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടങ്ങളും കർത്താവിനോടാണ്. അതുകൊണ്ട് കുടുംബങ്ങളിലുള്ള ധ്രുവീകരണങ്ങളും ശിഥിലീകരണങ്ങളും എല്ലാം കർത്താവിനെതിരാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണതെല്ലാം. നമ്മുടെ ചിന്തകളിൽ തെറ്റായ രീതികൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അതും കർത്താവിനെതിരാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ. സ്ലീഹന്മാരുടെ പെരുന്നാൾ, നോമ്പും അതിൻ്റെ പിന്നിൽ പെരുന്നാളും ഒക്കെ വരുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചിന്ത, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ നിയോഗം എന്താ എന്ന് നാം ശരിയായി ചിന്തിച്ചു കൊള്ളണം.
ഓരോരുത്തരും ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് വിളിക്കപ്പെട്ടത്, ഞാൻ എന്തിനാണ് കുടുംബജീവിതം നയിക്കുന്നത്, ഞാൻ എന്തിനാണ് ഒരു മകനായി മകളായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ നിയോഗത്തെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം, ധ്യാനാത്മാ ചിന്തിക്കണം. കർത്താവ് ഒരു രാത്രിയും ഒരു പകലും മുഴുവനായി പ്രാർത്ഥിച്ചുവെങ്കിൽ ആദ്യം നമ്മുടെ നിയോഗമാണ്. 2, ഈ ലോകത്തിലുള്ള സർവ്വതിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാകുന്നു നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഉണ്ടാകണം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, നാം തന്നെ നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടണം, ഞാൻ എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. ഈ 2 കാര്യങ്ങളാണ് ഈ സ്ലീഹാ നോമ്പിൽ, പരിശുദ്ധ റൂഹായുടെ വരവ് സ്വീകരിച്ച സ്ലീഹന്മാരുടെ നോമ്പിൽ, പരിശുദ്ധ റൂഹായിൽ ഉദ്ദീപിപ്പിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ ബലഹീന എനിക്ക് പറയാനുള്ളത്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.